റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ആരംഭിച്ചത്. 1-2 വാക്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. പാപം സംബന്ധിച്ച് മരിച്ചതായിട്ടുള്ള ആളുകൾക്ക് പിന്നെ പാപത്തിൽ ജീവിക്കുവാനായിട്ട്, പാപം ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് അനുവാദമില്ല എന്നാണ് നമ്മളിവിടെ കണ്ടത്. ആകയാൽ നാം എന്തു പറയേണ്ടു? പാപം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് സാധിക്കുമോ? അപ്പോൾ ഒരു നാളും അരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സാധിക്കും, പക്ഷേ അരുതെന്നാണ്. പാപം ചെയ്തുകൊണ്ട് പാപത്തിൽ ജീവിക്കാനായിട്ട് മനുഷ്യർക്ക് സാധിക്കും, പക്ഷേ അരുത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളിൽ ഒരു ഉത്തരവാദിത്വം, നമ്മുടെ വിശദീകരണത്തിൽ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. അല്ല എങ്കിൽ അരുത് എന്ന് പറയേണ്ടതിൻ്റെ ആവശ്യമില്ല. അതൊരു കൽപ്പനയാണ്, അല്ലെങ്കിൽ വളരെ ഒരു മുന്നറിയിപ്പായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും പാപം ചെയ്തുകൊണ്ട് ഇരിക്കാനായിട്ട് സാധിക്കും, പക്ഷേ അതിന് അനുവാദമില്ല. പിന്നെ പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അത് അടുത്ത വിഷയമാണ്. പാപം സംബന്ധമായിട്ട് മരിച്ചു, അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ജീവിക്കാനായിട്ട് കഴിയുകയില്ലല്ലോ. അത് സാധ്യമല്ല എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അനുവാദമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അത് ഈ 1-ാമത്തെ വാക്യത്തിൽ നിന്നും തുടർന്ന് നാം പഠിക്കുന്നതായിട്ടുള്ള വേദഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ബൈബിളിലെ പൊതുപ്രമാണങ്ങളിൽ നിന്നും നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പാപസംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം 3-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ എങ്ങനെയാണ് പാപം സംബന്ധമായിട്ട് മരിച്ചത്, അതെങ്ങനെയാണ് സംഭവിച്ചത് ഒരുവൻ്റെ രക്ഷയിൽ എന്നുള്ളതിന് ഒരു വിശദീകരണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പാപം സംബന്ധമായി നിങ്ങൾ മരിച്ചു, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അതിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാപത്തിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അവർ പാപം സംബന്ധമായിട്ട് മരിച്ച ഒരു ജീവിതമല്ല ജീവിക്കുന്നത്. അരുത്, ഒരു നാളും അരുത് എന്ന് പറഞ്ഞിട്ടുള്ളതായ കാര്യം, ആ കൽപ്പന അവർ ലംഘിച്ചാണ് അവർ മുമ്പോട്ട് പോകുന്നത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശരി, പാപം സംബന്ധമായിട്ടുള്ള മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് 3, 4, 5 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരുടെ സ്നാനത്തിലേക്ക് ആണ് കൊണ്ടുവരുന്നത്. അതല്ലാതെ അവർ മാനസാന്തരപ്പെട്ടതിനെക്കുറിച്ചോ വിശ്വസിച്ചതിനെക്കുറിച്ചോ ഒന്നും അവിടെ കൊണ്ടുവരുന്നില്ല. മറിച്ച് അവരുടെ സ്നാനം, നിങ്ങൾ സ്നാനപ്പെട്ടത് എന്താണ്, സ്നാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കർത്താവിനോട് ചേരുവാനായിട്ട് സ്നാനമേറ്റവരായിട്ടുള്ള നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ പാപം സംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത് പറയുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളായി എന്നാണ്. സ്നാനത്തിൽ നാം ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളായി. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥത്തിൽ നാം രക്ഷിക്കപ്പെടുന്നതിന് നാം നേരത്തെ ചിന്തിച്ചതുപോലെ മാനസാന്തരപ്പെട്ട് തിരിയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്, വിശ്വസിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്, നമ്മളെ തന്നെ ത്യജിച്ച് യേശുവിനെ കർത്താവായി സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്, സ്നാനപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇതെല്ലാം ആ രക്ഷ എന്ന് പറയുന്ന കാര്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവർ ആ സുവിശേഷ സന്ദേശത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ സ്നാനത്തോടുകൂടി വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണല്ലോ. അപ്പോൾ സ്നാനത്തോടുകൂടി ഒരാൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ ഒരു പങ്കാളിയാവുകയാണ്. എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ ഒരു പങ്കാളിത്തം നമുക്ക് ലഭിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ഇതാ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല.
ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ച് സ്നാനപ്പെടുമ്പോൾ കർത്താവിനോടുകൂടി ക്രൂശിക്കപ്പെട്ട ഒരു തലത്തിലേക്ക് നാം കടന്നു വരികയാണ് ചെയ്യുന്നത്. നാം മരിച്ചു. കർത്താവിൻ്റെ മരണത്തിൽ ഒരു പങ്കാളിത്തം നമുക്ക് ലഭിച്ചു. ഈ കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളിത്തം ലഭിച്ച ആളുകൾക്ക് മാത്രമാണ് കർത്താവിൻ്റെ ജീവനിലും പങ്കാളിത്തം ലഭിക്കുവാനായിട്ട് കാരണം, പങ്കാളിത്തം ലഭിക്കുവാനായിട്ട് അനുവാദം അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുള്ളത്. യഥാർത്ഥത്തിൽ പിതാവായ ദൈവം നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുമ്പോൾ, മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് സ്നാനമേൽക്കുമ്പോൾ പിതാവായ ദൈവം നമ്മുടെ എല്ലാ പാപങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി നമ്മെ കർത്താവിൽ ആക്കുകയാണ്. ഞാൻ വിശ്വസിക്കുമ്പോൾ നമ്മെ കർത്താവിലാക്കുകയാണ് ചെയ്യുന്നത്. ആ കർത്താവിൻ്റെ മരണത്തോടുകൂടെ നാം മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മനുഷ്യൻ, അത് നമുക്ക് പിന്നീട് 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ ഒരു വീണ്ടും ജനനം പ്രാപിക്കുന്നതായിട്ടുള്ളൊരു മനുഷ്യൻ അവൻ വീണ്ടും ജനിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ പഴയ ജന്മത്തെ ആ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ജീവിക്കുന്നത് പിന്നെ ഒരു പുതിയ മനുഷ്യനാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ നമുക്ക് പങ്കാളിത്തം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ക്രൂശിച്ച് പിന്നെ ആ മനുഷ്യൻ ജീവിക്കാതെ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ ഒരു ദൈവിക ജീവൻ നമ്മളിൽ ഉളവാകുകയും ഒരു പുതിയ സൃഷ്ടിയായി, പുതിയൊരു ജന്മമായി നാം തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പഴയ മനുഷ്യനെ അവിടെ ക്രൂശിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അത് ബാധകമാകുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ കർത്താവിൻ്റെ മരണത്തിലുള്ള പങ്കാളിത്തം നമുക്ക് നാം സ്നാനപ്പെടുമ്പോൾ ലഭിക്കുന്നു. ആ പങ്കാളിത്തം എന്ന് പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ വായിക്കുന്നത് 4-ാമത്തെ വാക്യത്തിൽ, നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ സ്നാനത്തിൽ നടക്കുന്നതായിട്ടുള്ള 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് അവൻ്റെ മരണത്തിൽ നാം പങ്കാളികളായി, അതുപോലെ തന്നെ അവൻ്റെ അടക്കത്തിലും നാം പങ്കാളികളായി. അവനോടുകൂടെ നാം കുഴിച്ചിടപ്പെട്ടു. കർത്താവിനോടുകൂടെ നാം എപ്പോഴാണ് ഒരാളെ കുഴിച്ചിടുന്നത്? ജീവനുള്ള ആരെയും കൊണ്ടുപോയി കുഴിച്ചിടുകയില്ല. അപ്പോൾ ഈ പഴയ മനുഷ്യനെ ആണ് യഥാർത്ഥത്തിൽ ക്രൂശിച്ച് കുഴിച്ചിടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായിട്ടുള്ളൊരു കാര്യം, ആ പഴയ മനുഷ്യനെ വിട്ടുപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ സ്നാനം യഥാർത്ഥത്തിൽ ഒരു അർത്ഥം നൽകുന്നുള്ളൂ. കാരണം സ്നാനത്തിൽ ആ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് അവനെ കുഴിച്ചിട്ടു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് വെളിപ്പെടുന്നത്. മരിച്ചവരെ മാത്രമേ കുഴിച്ചിടുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാമല്ലോ. ജീവനുള്ളവരെ കുഴിച്ചിടുന്നത് ഒരിക്കലും അനുവാദമുള്ള ഒരു കാര്യമല്ല. അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു തെറ്റാണ്. അപ്പോൾ നാം മരിക്കുക എന്ന് പറയുന്നത് അതൊരു ആത്മീയ അർത്ഥത്തിലാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് എന്ന് നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയാതെയോ ഈ പഴയ മനുഷ്യനെ കർത്താവിനോടുകൂടെ ക്രൂശിക്കാതെയോ ഇരിക്കുന്ന ഒരാൾ സ്നാനപ്പെടുന്നതിൽ യഥാർത്ഥത്തിൽ ഒരു അർത്ഥവുമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ സ്നാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു തലത്തിൽ അർത്ഥവത്തായിട്ട് നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്നാനത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഉപദേശം പോലും ബൈബിളിൽ സ്നാനത്തെക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് യാതൊരു ബന്ധവുമില്ലാത്ത നിലയിലാണ് എന്നുള്ളത് നാം അതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. ആ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങളത് സംശയമുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്.
ശരി, അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് കർത്താവ് നൽകിയിരിക്കുന്നതായിട്ടുള്ള ഒരു കൽപ്പന അനുസരിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറം അതിന് ആത്മീയമായിട്ടുള്ള തലങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ നമ്മെ തന്നെ ത്യജിക്കണം എന്ന് പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ നാം മരിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ തന്നെ ഞാൻ ത്യജിച്ചു, കർത്താവ് പറഞ്ഞു, തന്നെ തന്നെ ത്യജിച്ച് നാൾതോറും ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ തന്നെ ത്യജിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നാം മരിക്കുന്നതിന് തുല്യമാണ്. നമ്മെ തന്നെ ത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം ഇല്ലല്ലോ, നാം അല്ല പിന്നെ ജീവിക്കുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും പിന്നെ ഞാൻ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തിക്ക് അവിടെ പ്രസക്തിയില്ല. കർത്താവ് യേശുക്രിസ്തുവാണ് പിന്നെ നമ്മുടെ മാസ്റ്റർ, നമ്മളുടെ എല്ലാം. ആ കർത്താവ് നമ്മളുടെ ജീവിതത്തെ, നമ്മളുടെ ശരീരത്തെ വരെ സ്വന്തമാക്കി നമ്മളിലൂടെ ജീവിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് നമ്മളിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ജീവിതം ഇല്ല, ജീവനും ഇല്ല. നാം നമ്മുടെ പഴയ മനുഷ്യനെ അങ്ങ് ക്രൂശിച്ച് സ്നാനത്തിൽ അടക്കി പിന്നെ കർത്താവ് നമ്മളിലൂടെ ജീവിക്കുന്നു. എന്നാൽ അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ ജീവിതത്തിൽ തീരുന്നില്ല എങ്കിൽ നമ്മളുടെ രക്ഷ എന്ന് പറയുന്നതോ നമ്മളുടെ മാനസാന്തരം എന്ന് പറയുന്നതോ നമ്മുടെ സ്നാനം എന്ന് പറയുന്നതോ ഒക്കെ അർത്ഥശൂന്യമായിട്ടുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ന് പ്രസംഗിക്കപ്പെടുന്നതായിട്ടുള്ള സുവിശേഷത്തിൽ മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നില്ല. മാനസാന്തരം അല്ല, പലപ്പോഴും ചില ആളുകളിലേക്ക് അവരുടെ ഒരു പാപബോധം, അവർക്കൊരു കുറ്റബോധം വരുത്തുക എന്നുള്ളതിനപ്പുറം മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മനസ്സിനൊരു അന്തരം വരിക എന്നുള്ളതാണ്. സാധാരണ ഇതിൽ സുവിശേഷം പറയുമ്പോൾ പറയും, നീ ഒരു പാപിയല്ലേ. അപ്പോൾ ഒരുമാതിരി സുബോധമുള്ള ആളുകളൊക്കെ പറയും, അതെ പാപിയാണ്. എല്ലാവർക്കും അത് ഒരുവിധം ബോധമുള്ള ആളുകളൊക്കെ വലിയ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് പറയാറില്ല, പൊതുവിൽ പറയാറില്ല. അപ്പോൾ അവരിലേക്ക് ഒരല്പം പാപബോധം കിടത്തി വിട്ടിട്ട് പിന്നെ യഥാർത്ഥത്തിൽ നരകത്തെ കാണിച്ചൊന്ന് ഭയപ്പെടുത്തുകയും സ്വർഗത്തെ കാണിച്ചൊന്ന് മോഹിപ്പിക്കുകയും അങ്ങനെ ആ സ്വർഗത്തിൽ പോകാനായിട്ട് ഈ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചാൽ മതി, അങ്ങനെ ഒന്ന് ഏറ്റു പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വ്യാജമായിട്ടുള്ള രക്ഷയിലേക്ക് നടത്തുന്ന സുവിശേഷ പ്രസംഗങ്ങളാണ് ഒരുപക്ഷെ നമ്മളിൽ പലരും കേട്ടിട്ടുള്ളതും ഇന്ന് ലോകത്തെല്ലായിടത്തും പ്രസംഗിക്കപ്പെട്ടിട്ടുള്ളതും. എന്നാൽ മാനസാന്തരം എന്ന് പറയുന്നത് അത് അർത്ഥവത്താകുന്നത് നമ്മൾ കേവലം ഒരു പാപബോധം ഉണ്ടാകുന്നതിലല്ല, മറിച്ച് നാം പാപികളാണ് എന്നും ഈ പാപവഴിയിൽ നിന്ന് തിരിഞ്ഞ് ഒരു നീതിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിലേക്കുള്ള ഒരു യാത്ര തുടങ്ങേണ്ടത് ആവശ്യമാണ്. മാനസാന്തരത്തിൽ ശരിക്കും പറഞ്ഞാൽ മനസ്സിനൊരു അന്തരം വന്ന് വഴിമാറിപ്പോകുന്ന ഒരു സാഹചര്യം. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നത്, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ പാപവഴിയിൽ നിന്ന് തിരിയുന്നുവെങ്കിൽ മാത്രമേ അതിനെ മാനസാന്തരപ്പെട്ടു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുള്ളൂ. ഒരു കുറ്റബോധമുണ്ടായി അല്ലെങ്കിൽ ഒരു പാപബോധമുണ്ടായി, അതിനുശേഷം ഏറ്റു പറഞ്ഞു, അതിനുശേഷം അതേ പാപത്തിൻ്റെ വഴിയിലാണ് നാം സഞ്ചരിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ ഒരു മാനസാന്തരം നടന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ മാനസാന്തരപ്പെട്ട് തിരിയാത്ത ഒരാൾ അങ്ങനെ പാപം സംബന്ധമായിട്ട് മരിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മെ തന്നെ ത്യജിച്ചാൽ മാത്രമേ കർത്താവിന് നമ്മിൽ വസിക്കുവാനായിട്ട് കഴിയുള്ളൂ. തൻ്റെ ജീവനെ നേടുന്നവൻ അതിനെ കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ നഷ്ടപ്പെടുന്നവൻ അതിനെ നേടും. അപ്പോൾ നമ്മുടെ ജീവനും ദൈവിക ജീവനും കൂടെ ഒരേ സമയത്ത് നമ്മളിൽ പ്രവർത്തിക്കുക സാധ്യമാണ്. അതായത് എൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും ഒരേ സമയത്ത് നമ്മളിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവേഷ്ടം എപ്പോഴും പൂർണ്ണതയുള്ളതാണ്. നമ്മുടെ ഇഷ്ടം, നമ്മുടെ ജലത്തിൻ്റെ ബലഹീനത കൊണ്ട് നാം തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് വന്നുകൊള്ളണമെന്നില്ല. അത് വരണമെങ്കിൽ നാം രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് പോലെ ആകുന്നതിനനുസരിച്ച് മാത്രമേ അത് കഴിയുള്ളൂ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി രൂപാന്തരപ്പെടുന്നത്, മാറുന്നത്, അത് നാം ക്രിസ്തുവിനെ പോലെ ആകുന്നതിന് ആനുപാതികമായിട്ടാണ്. അതുവരെയും നമ്മുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും തമ്മിൽ വലിയൊരു അന്തരം
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എന്നാൽ നമ്മളുടെ ഇഷ്ടം ചെയ്യുവാനായിട്ട് യാതൊരു അനുവാദവുമില്ല. നമ്മളുടെ ഇഷ്ടം ചെയ്ത് നാം ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനെ നാം വെച്ചുകൊണ്ടിരിക്കുന്നു. നാം നമ്മുടെ ആ പഴയ മനുഷ്യനെ ക്രൂശിച്ചിട്ടില്ല. നാം അങ്ങനെ ക്രൂശിച്ചിട്ടില്ല എങ്കിൽ, ഈ ക്രൂശിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു തുടർമാനമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഒരു യാഗമായിട്ട് നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായുള്ള യാഗമായി സമർപ്പിപ്പിൻ. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ ഇച്ഛകളെ എല്ലാം ദൈവേഷ്ടത്തിന് വിധേയമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. ഒരു യാഗപീഠത്തിന്മേൽ കിടത്തിയിരിക്കുന്നതായ ഒരു മൃഗത്തിന് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. കെട്ടപ്പെട്ടവനായി അവിടെ കിടക്കുന്നത് പോലെ നമുക്കും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു വക താല്പര്യവും സാധ്യതയുമില്ല, യാതൊരു വക അനുവാദവുമില്ല. മറിച്ച് പൂർണ്ണതയുള്ള ദൈവേഷ്ടം ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പലപ്പോഴും നമ്മെ രക്ഷിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. എന്തിനാണ് രക്ഷിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ പോകാനാണ്. സുവിശേഷം പറയുമ്പോഴും നമ്മൾ ആദ്യമേ പറയുന്നത്, ഇന്ന് മരിച്ചാൽ നീ എവിടെ ഇരിക്കും, സ്വർഗത്തിലായിരിക്കുമോ നരകത്തിലായിരിക്കുമോ എന്ന് ചോദിച്ചാണ് സാധാരണഗതിയിൽ സുവിശേഷ പ്രസംഗം പോലും ആരംഭിക്കുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഒരു സുവിശേഷ പ്രവർത്തനത്തിൻ്റെ, സുവിശേഷം പറയുന്നതിൻ്റെ ഒരു ശൈലിയേ അല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പസ്തോലന്മാരാലും അങ്ങനെ സുവിശേഷം പറഞ്ഞ് ആരംഭിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യമല്ല എന്നുള്ളത്, യാഥാർത്ഥ്യമല്ല എന്നല്ല ഞാൻ പറയുന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ മനുഷ്യനെ ഒന്ന് കോർണർ ചെയ്ത്, അവനെ വാക്കുമുട്ടിച്ച്, അവനെ ഭയപ്പെടുത്തി, അവനിൽ ചില മോഹങ്ങൾ അവനിൽ നിറച്ച് അവനെ കൊണ്ടുപോകേണ്ട ഒരു സ്ഥലമല്ല കർത്താവിൻ്റെ സന്നിധി എന്ന് പറയുന്നത്. മറിച്ച് അവൻ്റെ പാപത്തെക്കുറിച്ച് അവന് ബോധ്യം വരികയും അവൻ്റെ പാപത്തെക്കുറിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ പിന്നാലെ പോകുവാനായിട്ടുള്ളൊരാഗ്രഹം അവനിൽ ഉളവാകുകയും ചെയ്യുന്നു. നാം മരിച്ചു കഴിഞ്ഞിട്ട് നിത്യതയിൽ കർത്താവിനോട് കൂടി ഇരിക്കുന്നതിന് വേണ്ടി അല്ല യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുന്നത്. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്ന, നാം ക്രിസ്തുവിൽ വസിക്കുന്ന, ആ ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മെ യഥാർത്ഥത്തിൽ കർത്താവ് വിളിക്കുന്നത്. അത് മരണത്തിന് ശേഷം മറ്റൊരു തലത്തിൽ തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ അപ്പോൾ പിന്നെ ഈ ലോകത്തിൽ ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു ജീവിതത്തെ സംബന്ധിച്ചുള്ള പ്രസക്തി പോലും അവിടെ യോഗ്യമായി തീരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അപ്പോൾ വ്യാജമായിട്ടുള്ള സുവിശേഷം പറഞ്ഞ് വ്യാജമായിട്ടുള്ള ഒരു രക്ഷിക്കപ്പെട്ടു എന്നുള്ള വ്യാജമായിട്ടുള്ള ഒരു ചിന്തയിലാണ് ഇന്ന് അനേകരും ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ദൈവാത്മാവിൻ്റെ ഒരു സഹായം, ദൈവാത്മാവ് അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പുതിയ കാഴ്ചപ്പാടുകളൊന്നും ഒരു മനുഷ്യർക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നാം കാണുന്ന കാര്യം. അപ്പോൾ ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, പിതാവിൻ്റെ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റു, ജീവിച്ചെഴുന്നേറ്റു. അതിനോട് താരതമ്യം ചെയ്തിരിക്കുന്നത് നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നതിനോടാണ്. സാധാരണഗതിയിൽ സ്നാനത്തിൽ നിന്ന് കയറി വരുന്നതാണ് കർത്താവിൻ്റെ ഉയർപ്പിനോട് താരതമ്യം ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു പൊതു ചിന്തയുണ്ട്. എന്നാൽ അത് അങ്ങനെയല്ല. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചെഴുന്നേറ്റു, നാമും അടക്കപ്പെട്ടതിന് ശേഷം നാമും കർത്താവിൻ്റെ പുനരുത്ഥാനത്തോടുള്ള നമ്മുടെ സാദൃശ്യം എന്ന് പറയുന്നത് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് നാം രക്ഷിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാനാണ്. എന്നാൽ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാനായിട്ട് മനസ്സുമില്ല, അതിന് തയ്യാറുമില്ല, അങ്ങനെ ഒരു ആശയം പഠിപ്പിക്കുന്നുമില്ല എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക എന്ന് പറയുന്നത് ഒരു പുതിയ സൃഷ്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, ഒരു പുതിയ ജന്മത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ പഴയ മനുഷ്യന്
ജീവിതത്തിൽ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാനായിട്ട് കഴിയില്ല. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവിക ജീവൻ നമ്മളിൽ വന്നത് മുഖാന്തരം ദൈവാത്മാവ് നമ്മെ നടത്തുന്നതായിട്ടുള്ള ആ പുതിയ ജീവിതത്തിനുടമകളായി നാം തീരുക എന്നുള്ളതാണ്. പഴയ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താ? അവിടെ നമ്മുടെ മാസ്റ്ററായിരുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചു. ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും അങ്ങനെ നമുക്ക് താല്പര്യമുള്ള എല്ലാ ആളുകളുടെയും സാഹചര്യങ്ങളുടെയും സ്വാധീനത്താൽ നാം ജീവിച്ചു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് ഒരു പുതിയ സൃഷ്ടിയായി തീർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ദൈവിക ജീവൻ ഉള്ളിൽ വന്ന് ദൈവാത്മാവ് നമ്മെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിൽ നമ്മളുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അല്ലാത്ത ഒരു പുതുജീവിതം, ഈ പുതുജീവിതം അതുതന്നെയാണ് ജീവൻ്റെ പുതുക്കം. നമ്മളിൽ പുതിയൊരു ജീവൻ വന്നു. പഴയ മനുഷ്യൻ്റെ ജീവനല്ല, മറിച്ച് ദൈവാത്മാവിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള പുതിയ ആ മനുഷ്യൻ്റെ ദൈവിക ജീവൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുന്നതായിട്ടൊരവസ്ഥ. പഴയ ജീവിതത്തിൽ ആത്മാവ് മരിച്ചതാണ്. അപ്പോൾ ഈ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാനായിട്ട് അല്ലെങ്കിൽ ജീവൻ്റെ വഴിയിൽ നടക്കുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. ഈ ആത്മാവിന് ജീവൻ പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ആലോചന കേട്ട് ദൈവഹിതപ്രകാരം നമുക്ക് നടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും വീണ്ടും ജന്മം പ്രാപിച്ചു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുടെ ജീവിതത്തിൽ അവർ വരുത്തുന്നതായിട്ടുള്ള വ്യത്യാസം കേവലം ഒരു പക്ഷേ മദ്യപാനികളായിരുന്നുവെങ്കിൽ മദ്യപാനം നിർത്തുന്നു, പുകവലിക്കാരാണെങ്കിൽ പുകവലി നിർത്തുന്നു, അല്ല എങ്കിൽ എന്തെങ്കിലും ചീത്ത വാക്കുകളൊക്കെ പറയുന്നവരാണെങ്കിൽ അതൊക്കെ നിർത്തുന്നു. അങ്ങനെ പുറമേ ഉള്ള ഒരുവിധം മറ്റുള്ള ആളുകളുടെ മുമ്പാകെ സാക്ഷ്യം പോകുന്നതായിട്ടുണ്ട് എന്ന് സഭകൾ ഇന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ചില ദുശീലങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതിലേക്ക് മാത്രമായിട്ട് ഈ ജീവൻ്റെ പുതുക്കം ഒതുങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ ഒതുക്കി പ്രസംഗിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള കോപം, ക്രോധം, ശാഠ്യം, ദുന്നുപക്ഷം, അസൂയ, പിണക്കം, പക, കരുണയില്ലായ്മ, ദയയില്ലായ്മ, അതുപോലെ തന്നെ നിഗളം, ദ്രവ്യാഗ്രഹം, ഇങ്ങനെയുള്ള നാനാവിധമായിട്ടുള്ള പാപങ്ങളൊക്കെയും ആ പാപങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകളെയാണ് ഇന്ന് മിക്കവാറും എല്ലാ സഭകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതൊന്നും ഒരു പാപത്തിൻ്റെ ലിസ്റ്റിൽ പോലും ഇന്ന് ഒരു സഭകളും പെടുത്തിയിട്ടില്ല. അന്യോന്യം ബന്ധമില്ലാതെ, സ്നേഹമില്ലാതെ, വഴക്കിട്ട് വെറുപ്പോടുകൂടി ഒരുമിച്ച് കൂടി ഒരപ്പത്തിൻ്റെ അംശികൾ ഒക്കെ ആകുന്നതായിട്ടുള്ള ക്രമീകരണമാണ് നമുക്കിന്ന് ലോകത്ത് എല്ലാ സഭകളിലും കാണുവാനായിട്ട് കഴിയുന്നത്. അത് ജീവൻ്റെ പുതുക്കത്തിൽ പോകുന്നതായിട്ടുള്ള ഒന്നല്ല. ഒരു മനുഷ്യനെ അവൻ്റെ അടിമുടി മാറ്റുന്നതായ ഒരു കാര്യമാണ് അവൻ്റെ പഴയ മനുഷ്യനെ ക്രൂശിച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീർന്ന് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക എന്ന് പറയുന്നത്. അത് കേവലം എന്തെങ്കിലും 1, 2, 3 പാപങ്ങൾ ഒഴിവാക്കുന്നതിലല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരാൾ പുകവലിച്ചാലോ അല്ല എങ്കിൽ എന്തെങ്കിലും മുറുക്കിയാലോ മദ്യപിച്ചാലോ ഒക്കെ അവരുടെ സാക്ഷ്യം പോകും. സഭയ്ക്കത് വലിയ നിന്ദയാണ്, സഭയുടെ സാക്ഷ്യത്തെ ബാധിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ വഴക്കാളികളായിട്ടോ അസൂയക്കാരായിട്ടോ പിണക്കമുള്ളവരായിട്ടോ അതുപോലെ തന്നെ ദ്രവ്യാഗ്രഹികളായിട്ടോ ജീവിക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് ആരും പറയാറില്ല ഇത് സഭയുടെ സാക്ഷ്യത്തിന് മോശമാണ് എന്ന്. അത് വലിയ ഒരു വിരോധാഭാസമായിട്ടിരിക്കുന്നു. ഇങ്ങനെ മദ്യപാനമൊക്കെ തെറ്റാണ്, അത് സാക്ഷ്യത്തെ കളയുന്നതാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അങ്ങനെയുള്ള 2, 3, 4 കാര്യങ്ങൾ നിർത്തിയതിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ രൂപാന്തരം നാം പരിമിതപ്പെടുത്തിയാൽ, പ്രിയമുള്ളവരെ, നാം നമ്മെ തന്നെ വഞ്ചിക്കുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ നാം കർത്താവിനോട് ചേർന്ന് കഴിഞ്ഞാൽ, നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിച്ച് അടക്കി നാം കർത്താവിനോട് ചേർന്ന് കഴിഞ്ഞാൽ, കർത്താവ് നമ്മിൽ തന്നിരിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവും ആ കർത്താവിൻ്റെ ജീവനും അതാണ് നമ്മെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിയന്ത്രിക്കേണ്ടത്. ആദ്യം മുതൽ അവസാനം വരെ നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് അതാണ്. അതിൻ്റെ അന്ത്യമെന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ ആളുകളും മരിക്കും. അങ്ങനെ വീണ്ടും ജന്മം പ്രാപിച്ചതായുള്ള ആളുകളും മരിക്കും. അപ്പോൾ ദൈവം കർത്താവിൽ മറഞ്ഞിരിക്കുന്നു. കർത്താവിൽ ജീവിച്ചതായിട്ടുള്ള ആളുകൾ കർത്താവിനോട് ചേർന്ന് കർത്താവിൽ മറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്
നമ്മുടെ മരണത്തിന് ശേഷം ഉണ്ടാകുന്നത്. അതല്ലാതെ അതായത് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തലം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, അതിൻ്റെ ഒരു തുടർച്ചയാണ് നിത്യതയിലുള്ള നമ്മുടെ ജീവിതം. അപ്പോൾ സുവിശേഷം പറയുമ്പോൾ നാം ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് ഈ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്താതെ, ഈ ലോകത്തിലെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്താതെ, അത് നിത്യതയെ മാത്രം കേന്ദ്രീകരിച്ച് പറയുന്ന ഒരു ജീവിതമല്ല. എന്നാൽ നിത്യമായിട്ടുള്ള പ്രത്യാശ എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസത്തിന് അടിസ്ഥാനമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ നിത്യത തന്നെയാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. ശരീരത്തിന് ഒരു മരണമുണ്ടെങ്കിലും നമ്മുടെ ആത്മാവിന് മരണമില്ല. മരണമെന്നുള്ള വാക്കിന് വേർപാട് എന്നുള്ളത് അർത്ഥമുണ്ടല്ലോ. പാപികളായി ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വിട്ടു ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾക്കും അവർക്കും ഒരു നിത്യതയുണ്ട്. പക്ഷേ അത് ദൈവത്തിൽ നിന്ന് വേർപെട്ടിട്ടുള്ള ഒരു നിത്യതയാണ്. അതിനെ ആത്മീക മരണം എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ദൈവത്തോട് കൂടിയുള്ള ജീവിതം, അത് ജീവനാണ്, അതും നിത്യതയാണ്. അപ്പോൾ ഈ ജീവൻ്റെ പുതുക്കത്തിലാണോ പ്രിയമുള്ളവരെ നാം നടക്കുന്നത്? അതെയോ നമ്മുടെ പഴയകാല ജീവിത സ്വഭാവങ്ങളിൽ നിന്നും ചില നീക്കുപോക്കുകൾ വരുത്തി നമ്മെ തന്നെ മറ്റുള്ളവരുടെ മുമ്പാകെ ഒരുപക്ഷെ ബാഹ്യമായിട്ട് കാണുന്നതായിട്ടുള്ള ചില ശീലങ്ങൾ മാത്രം ഒഴിവാക്കി അതിൽ തൃപ്തിയടഞ്ഞ് ജീവിക്കുന്ന ആളുകളാണോ? അതിൽ തൃപ്തി, അല്ലെങ്കിൽ അതുമാത്രം പ്രസംഗിക്കുന്ന ആളുകളായിട്ടാണോ നാം ഇരിക്കുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. പിന്നെ 5-ാമത്തെ വാക്യത്തിൽ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അപ്പോൾ ഇവിടെ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക എന്നുള്ളതാണ്. പുനരുത്ഥാനത്തിൻ്റെ അവിടെ മുകളിൽ നമ്മൾ എഴുതി തീർന്നു, നമ്മൾ വായിച്ചു, കർത്താവിൻ്റെ മരണത്തിൽ നാം പങ്കാളികളായി തീർന്നു. അതുപോലെ തന്നെ കർത്താവ് ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണത് ചെയ്തിരിക്കുന്നത്. എന്നിട്ടവിടെ പറയാണ്, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ, അതായത് അവനോടുകൂടെ നാം മരിച്ച് അവനോടുകൂടെ അടക്കപ്പെട്ടു എങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഇവിടെ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക എന്നുള്ളതാണ്. തൊട്ടുമുമ്പിൽ എന്നുള്ളത് നമ്മൾ തൊട്ടു മുമ്പിലത്തെ വാക്യത്തിൽ കണ്ടു, 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, അതിൻ്റെ അവസാനത്തെ ഭാഗം. അപ്പോൾ അവൻ്റെ മരണത്തോട് നാം ഏകീഭവിച്ചെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തോട് നാം ഏകീഭവിക്കും. അതായത് നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ടുവെങ്കിൽ നാം ഒരു ജീവൻ്റെ പുതുക്കത്തിൽ നടക്കും. അപ്പോൾ ജീവൻ്റെ പുതുക്കത്തിൽ നാം നടക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അപ്പോൾ നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നവരാണോ? ആണെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് നമ്മൾ ഏകീഭവിച്ചവരാണ്. അല്ല, ജീവൻ്റെ പുതുക്കമൊന്നുമില്ല, നമ്മുടെ ജീവിതത്തിലെ ചില ക്രമീകരണങ്ങൾ, ബാഹ്യമായിട്ടുള്ള ചില ക്രമീകരണങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ എങ്കിൽ ജീവൻ്റെ പുതുക്കത്തിൽ നമുക്ക് നടക്കുവാനായിട്ട് കഴിയുകയില്ല. നാം അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവനോട് കൂടെ നാം മരിക്കുകയോ അടക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ 6-ാമത്തെ വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോൾ ഈ പഴയ മനുഷ്യനെ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ച് സ്നാനത്തിൽ അടക്കം ചെയ്ത് ഒരു ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്ന ഒരവസ്ഥയിലേക്ക്
നാം വന്നിട്ടില്ല എങ്കിൽ ഈ പാപശരീരത്തിന് നീക്കം വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു മറുവശമാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. ഈ പാപത്തിന് അടിമപ്പെടാതെ നമുക്ക് മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ ഈ പാപശരീരം ഒന്ന് നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ പാപശരീരം എന്ന് പറയുന്നത് ആണ് പഴയ മനുഷ്യൻ. ഈ പഴയ മനുഷ്യനെ യഥാർത്ഥത്തിൽ നാം ക്രൂശിച്ചിട്ടില്ല എങ്കിൽ പാപശരീരത്തിന് നീക്കം വരുന്നില്ല. അങ്ങനെ പാപശരീരത്തിന് നീക്കം വന്നിട്ടില്ല എങ്കിൽ പാപത്തിന് അടിമപ്പെട്ടു പോകും. അനേക ആളുകളും ഇന്ന് പറയാറുള്ള ഒരു കാര്യം, പാപത്തിൻ്റെ മേലൊരു ജയം കിട്ടുന്നില്ല, ജഡം വലിയൊരു പ്രശ്നമാണ്, ഈ ക്രിസ്തീയ ജീവിതമൊന്നും ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല, ആരാണ് അങ്ങനെ ജീവിക്കുന്നത്, അതൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന കാര്യം മാത്രമാണ്, പ്രസംഗിക്കുന്നവരാരാ അങ്ങനെ ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള ന്യായങ്ങളൊക്കെ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അവർ കർത്താവിൻ്റെ ആ മരണത്തോട് സദൃശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തോടുമുള്ള സാദൃശ്യം അവർക്ക് വന്നിട്ടില്ല. അതായത് ജീവൻ്റെ പുതുക്കത്തിലേക്ക് അവർ വന്നിട്ടില്ല. പാപശരീരം നീങ്ങിയിട്ടില്ല. പാപശരീരം നീങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അവർ പാപത്തിന് വീണ്ടും അടിപ്പെട്ടു പോവുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോട് കൂടെ ആ ക്രൂശിച്ച് സ്നാനത്തിൽ അടക്കിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നമ്മുടെയൊക്കെ എനിക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ ഈ പാപത്തിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത്, എനിക്കൊരു നിവൃത്തിയുമില്ല, എനിക്ക് ക്രിസ്ത്യ ജീവിതത്തിലൊരു ജയവുമില്ല, എത്രയോ വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട് എന്നിട്ടും ഞാൻ പാപത്തിൽ, വെറുപ്പിൽ, കയ്പിൽ, ദൂഷണത്തിൽ അതിലൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം പാപത്തിന് നാം അടിപ്പെട്ടു പോയി. അതിൻ്റെ കാരണം പാപശരീരം നീങ്ങപ്പെട്ടിട്ടില്ല. അതിൻ്റെ കാരണം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാനായിട്ട് കഴിയുന്നതുമല്ല. പ്രിയമുള്ളവരെ, എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്തീയ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഇന്ന് ലോകത്തിൽ ക്രിസ്തീയത അനുഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് എത്രയോ വളരെ വ്യക്തമായി ഈ വേദഭാഗത്തുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള ക്രിസ്തീയതയൊന്നും ക്രിസ്തീയതയല്ല. ദൈവവചനത്തിൻ്റെ വെളിച്ചം നമുക്ക് ധാരാളമായിട്ട് ദൈവം നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാനസാന്തരവും രൂപാന്തരവും ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള വ്യർത്ഥമായ ഒരു ചിന്തയിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് സമയം കളയുവാനായിട്ടില്ല. ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഓരോരുത്തരും അവരവരെ തന്നെ പരിശോധിക്കുക. മറ്റൊരാളെ പരിശോധിക്കാനായിട്ട് നമുക്ക് യാതൊരു അവകാശവുമില്ല. നാം നമ്മെ തന്നെ വിലയിരുത്തുക. കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? അവനോടുകൂടെ എൻ്റെ പഴയ മനുഷ്യനെ ക്രൂശിച്ച് അടക്കിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ പാപശരീരത്തിന് നീക്കം വരികയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ പാപത്തിന് അടിമപ്പെടാതെ ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.